പിന്നെ നമുക്ക് നമ്മുടെ പ്രോബ്ലത്തേക്ക് പോവാം. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പ്രോബ്ലമാണ്, കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത്. ആൻഡ് ഹിയർ ഈസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. At a point in a stressed material, the Cartesian stress components are sigma x equal to 40, sigma y is equal to 80, sigma z is equal to 120, tau xy is equal to 72, tau yz is equal to 46 and tau xz is equal to 32. നമുക്ക് 6 സ്ട്രെസ് കോമ്പണൻസ് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്ട്രെസ് മാട്രിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാൽക്കുലേറ്റ് ദ നോർമൽ ആൻഡ് ഷിയർ സ്ട്രെസ് ആൻഡ് ദ റിസൾട്ടന്റ് സ്ട്രെസ്. നമ്മളെടുത്ത് സിഗ്മ എൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ടോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, sigma n r calculate ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. On a plane whose normal makes an angle 48 degree with x axis. ഇതിൽ നമുക്ക് anx ന്റെ n വരെയും വാല്യൂ തന്നേക്കുന്നത്. anx എന്ന് പറയുന്ന വാല്യൂ, അതായത് the plane അല്ലെങ്കിൽ ആ point makes an angle 48 degree with the x axis. അപ്പോൾ അതിൽ നമുക്ക് anx ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു anx എന്ന് പറയുന്നത് നമ്മൾ ഡയറക്ഷൻ കൊസൈൻസ് ആണ്. അപ്പോൾ ഒരു ലൈൻ എന്തെങ്കിലും ഉണ്ട്, അതിന്റെ പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ കോസ് തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. nx എന്ന് പറയുന്നത് ശരിക്കും കോസ് തീറ്റയാണ്. അപ്പോൾ ഈ anx-ന്റെ വാല്യൂ എന്ന് പറയുന്നത് കോസ് 48 ആണ്. y axis 61 degree makes 61 degree with the y axis, so we can write the value of any as cos 61. Answer they haven't mentioned, അതിനെ പറ്റുന്ന ഒരു പറഞ്ഞിട്ടില്ല. നമുക്ക് അറിയാം ടോട്ടൽ ഡയറക്ഷൻ കൊസൈൻസിന്റെ സ്ക്വയർ ചെയ്ത് കിട്ടുന്ന വാല്യൂ 1 ആയിരിക്കും. അത് കമ്പയർ ചെയ്ത് നമുക്ക് ANZന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ANX-ന്റെ വാല്യൂ വന്നിട്ടുണ്ട് cos 48, ANY വരുന്നുണ്ട് cos 61. അതിൽ നമ്മൾ വാല്യൂസ് എഴുതി. നമുക്കറിയാവുന്ന ഇക്വേഷൻ ANX സ്ക്വയർ പ്ലസ് ANY സ്ക്വയർ ബൈ ANZ സ്ക്വയർ ഇക്വൽ ടു 1. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ എഴുതി ANZ ഇക്വൽ ടു ആൻഡ് നമ്മൾ ANZന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് സിഗ്മ എക്സ് എൻ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം, പിന്നെ സിഗ്മ എൻ കാൽക്കുലേറ്റ് ചെയ്യണം, ടോ കാൽക്കുലേറ്റ് ചെയ്യണം, റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ടോ ലാസ്റ്റ് കാൽക്കുലേറ്റ്, റിസൾട്ടന്റ് കാൽക്കുലേറ്റ്, പിന്നെ ടോ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് വിൽ ബി കാൽക്കുലേറ്റിംഗ് ദ റിസൾട്ടന്റ് സ്ട്രെസ്. റിസൾട്ടന്റ് സ്ട്രെസ് ക്യാൻ ബി റിട്ടൺ ആസ് ദ സ്ക്വയർ ഓഫ് സിഗ്മ എൻ എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എൻ വൈ സ്ക്വയർ പ്ലസ് സിഗ്മ എൻ സെഡ് സ്ക്വയർ. ആൻഡ് സിഗ്മ എൻ എക്സ് എൻ ഡയറക്ഷൻ എക്സ് ഡയറക്ഷനിലെ നോർമൽ സ്ട്രെസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു എൻ എക്സ് പ്ലസ് സിഗ്മ ടോ എക്സ് വൈ ഇൻറ്റു എൻ വൈ പ്ലസ് ടോ എക്സ് സെഡ് ഇൻറ്റു എൻ സെഡ്. ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിഗ്മ എക്സിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 14 തന്നിട്ടുണ്ട്. ആൻഡ് സിഗ്മ വൈ ഇറ്റ് ഈസ് ടോ എക്സ് വൈ ഈസ് ഗിവൺ ആസ് ടോ എക്സ് വൈ 72, ടോ എക്സ് സെഡ് ഈസ് ഗിവൺ ആസ് 32. എൻ എക്സ് എൻ വൈ എൻ സെഡ് 3 വാല്യൂസ് നമ്മളിലുണ്ട്. അത് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് സിഗ്മ എക്സ് എക്സ് 79.70. സോ ഇതിന്റെ യൂണിറ്റ് മെഗാ പാസ്കൽ ആണ് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. കോമൺ ആയിട്ട് എല്ലാത്തിനും യൂണിറ്റ് കോമൺ ആയിട്ട് ഇവിടെ മെഗാ പാസ്കൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇവിടെ എല്ലാത്തിനും എഴുതാം 79.7 മെഗാ പാസ്കൽ. In the same way, we will be calculating the value of sigma ny. അപ്പോൾ sigma ny എന്ന് പറയുമ്പോൾ നമ്മൾ sigma y ny ആ ടേം ny യുടെ കൂടെ വരും. ബാക്കി രണ്ട് ടേംസിന്റെ കൂടെ ഷിയർ സ്ട്രെസ് വരും. tau xy anx, tau yz anz. Okay, and multiply and we will get the value of 112.87 megapascal. And the last one, sigma z anz, tau x anx, tau x zy any, and sigma z anz. So we will get a 111.28 megapascal. And 3 sigma x, sigma nx, sigma ny, sigma nzi. So now we can calculate the value of resultant stress. Resultant stress calculate ചെയ്യാം. ഈ 3 ടേംസും കൂടി സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് resultant stress കിട്ടും. Resultant stress can be written as a square of 79.7 square plus 112.87 square plus 111.28 square. So we got the value of resultant stress as 177.41 megapascal. Okay. And for resultant കിട്ടി. Next we have to calculate the normal stress and shear stress. Okay. So net normal stress sigma n is given by the equation sigma x anx. Sigma nx anx plus sigma ny into ny, sigma nz into nz. ഈ സിഗ്മ nx-ന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 79.7. സോ അതിനെ nx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ n-ന്റെ വാല്യൂ എന്നിട്ട് നോർമൽ സ്ട്രെസ്സിൽ മാത്രം ഇതിൽ, അതായത് നമ്മൾ ഈ എഴുതിയ ഇക്വേഷനിലെ ഷിയർ കോമ്പണൻസ് എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്തു. ഇത് ഷിയർ കോമ്പണൻസ് അത് അവോയ്ഡ് ചെയ്തു, ഇത് അവോയ്ഡ് ചെയ്തു, അതുപോലെ ഇതും അവോയ്ഡ് ചെയ്തു.
ഷിയർ കോമ്പണൻസ് മൊത്തം അവോയ്ഡ് ചെയ്താൽ ബാക്കി നമുക്ക് കിട്ടുന്ന നോർമൽ സ്ട്രെസ് ആണ്. അതാണ് നെറ്റ് നോർമൽ സ്ട്രെസ്സിന്റെ സം എന്ന് പറയുന്നത്. ഓക്കെ, so net normal stress is given by the equation sigma x in nx into anx sigma ny into ny sigma nz into anz. അതായത് നോർമൽ സ്ട്രെസ്സുകൾ മാത്രം എടുക്കണം. അതായത് ഈ ഇക്വേഷൻ അതേപോലെ എടുക്കണമെന്നല്ല, അതിൽ നോർമൽ സ്ട്രെസ്സുകൾ മാത്രം എടുക്കണം മാത്രം. ഓക്കെ, നമ്മൾ ഇതിൽ ടോ എക്സ് വരെ എല്ലാം ഇൻവോൾവ്മെന്റ് ഉണ്ട്, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ഇനി അവോയ്ഡ് ചെയ്ത് പറഞ്ഞിട്ട് ഇക്വേഷൻ തെറ്റിക്കാൻ പോകണ്ട. ഇത് സിഗ്മ എൻ എക്സ് ആണ്, സിഗ്മ എക്സ് അല്ല കേട്ടോ. സിഗ്മ എൻ എക്സ് ആണ്, അതുപോലെ സിഗ്മ എൻ വൈ ആണ്. ജസ്റ്റ് പറയുമ്പോൾ നെറ്റ് നോർമൽ സ്ട്രെസ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ. അതിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 79.7 എൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഫസ്റ്റ് ടേം. സെക്കൻഡ് വൺ 112.87 എൻ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. തേർഡ് ടേം 111.28 എൻ സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ വി ഗോട്ട് ദ നെറ്റ് നോർമൽ സ്ട്രെസ്. അപ്പൊ നെറ്റ് നോർമൽ സ്ട്രെസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഓരോ ഡയറക്ഷനിലും നോർമൽ സ്ട്രെസ്, അതായത് എക്സ് ഡയറക്ഷനിലെ നോർമൽ സ്ട്രെസ് പ്ലസ് എക്സ് ഡയറക്ഷനിലെ ഷിയർ സ്ട്രെസ്, അതിന്റെ എല്ലാത്തിന്റെയും കോമ്പണൻസിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഓക്കെ, എല്ലാത്തിന്റെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിൽ നിന്നാണ് നമ്മൾ എക്സ് ഡയറക്ഷനിലെ നോർമൽ സ്ട്രെസ് ഡിറൈവ് ചെയ്ത്, അതുപോലെ വൈ ഡയറക്ഷനിലെ നോർമൽ സ്ട്രെസ് ഡിറൈവ് ചെയ്തു, സെഡ് ഡയറക്ഷനിലെ നോർമൽ സ്ട്രെസ് ഡിറൈവ് ചെയ്തു. ഇത് മൂന്നും വെച്ചിട്ടാണ് നമ്മൾ ടോട്ടൽ നോർമൽ സ്ട്രെസ് ഡിറൈവ് ചെയ്യുന്നത്. ഓരോ ഡയറക്ഷനിലെയും നോർമൽ സ്ട്രെസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഡയറക്ഷനിൽ വരുന്ന സ്ട്രെസ്സിന് അവിടുത്തെ ഡയറക്ഷൻ കൊസൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പൊ നമുക്ക് എക്സ് ഡയറക്ഷനിൽ നോർമൽ സ്ട്രെസ് കിട്ടി. ഇനി ഓരോ ഡയറക്ഷനിൽ കിട്ടുന്ന നോർമൽ സ്ട്രെസ് വെച്ചിട്ട് ടോട്ടൽ നോർമൽ സ്ട്രെസ് കിട്ടാൻ വേണ്ടി വീണ്ടും സെയിം മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കാം. എക്സ് ഡയറക്ഷനിൽ നോർമൽ സ്ട്രെസ് കിട്ടാൻ വേണ്ടിയിട്ട് എക്സ് ഡയറക്ഷനിൽ വരുന്ന എല്ലാ സ്ട്രെസ്സുകളിനെയും നമ്മൾ ഡയറക്ഷൻ കൊസൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അപ്പൊ നമുക്ക് എക്സ് ഡയറക്ഷനിൽ നോർമൽ സ്ട്രെസ് സിഗ്മ എൻ എക്സ് കിട്ടി. ഇനി ടോട്ടൽ നോർമൽ സ്ട്രെസ്, ആ പ്ലെയിന് ടോട്ടൽ നോർമൽ സ്ട്രെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ ഡയറക്ഷനിലും വരുന്ന നോർമൽ സ്ട്രെസ്സിനെ നമ്മൾ കറസ്പോണ്ടിങ് ഡയറക്ഷൻ കൊസൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ വി ഗോട്ട് സിഗ്മ എക്സ് എൻ എക്സ് ഇൻറ്റു എൻ എക്സ് പ്ലസ് സിഗ്മ എൻ വൈ ഇൻറ്റു എൻ വൈ പ്ലസ് സിഗ്മ എൻ സെഡ് ഇൻറ്റു എൻ സെഡ്. അപ്പോൾ നമുക്ക് ടോട്ടൽ നോർമൽ സ്ട്രെസ് കിട്ടി. അപ്പോൾ ടോട്ടൽ റിസൾട്ടന്റ് കിട്ടിയിട്ടുണ്ട്, ടോട്ടൽ നോർമലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇനി ആ കൂടി കണ്ടുപിടിക്കാനുള്ളത് ഷിയർ സ്ട്രെസ് ആണ്. നമ്മൾ മൂന്നെണ്ണം ചോദിച്ചിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ നോർമൽ, ഷിയർ ആൻഡ് റിസൾട്ടന്റ്, 3 ടേംസ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3 ടേംസും ഓക്കെ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓക്കെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇനിയിപ്പോൾ 2 ക്വസ്റ്റ്യൻ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയതാണല്ലേ. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് ആൻഡ് ഡീവിയേഷണൽ ഡീവിയേറ്റോറിയൽ സ്ട്രെസ്. പെട്ടെന്ന് പറയുമ്പോൾ തെറ്റിപ്പോയതാ. ഹൈഡ്രോസ്റ്റാറ്റിക് ആൻഡ് ഡീവിയേറ്റോറിയൽ സ്ട്രെസ്, ഈ 2 ടേംസ് വരുന്നത് ഒന്ന് വോളിയം ചേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതും ഒന്ന് ഷേപ്പ് ചേഞ്ചിനെ കാരണമാവുന്നതാണ്. ഒരെണ്ണം വോളിയം ചേഞ്ചിനാണ് സ്ട്രെസ്. ഒരു സ്ട്രെസ് കൊണ്ട് നമുക്ക് ഒരു എലമെന്റ്, എന്തെങ്കിലും ഒരു സോളിഡ് എലമെന്റ് എടുത്താൽ അതിൽ വോളിയം ചേഞ്ച് ആണ് ഒരു സ്ട്രെസ് കൊണ്ട് ഉണ്ടാവുക. അടുത്ത കോമ്പണന്റോട് നമുക്ക് അതിന്റെ ഷേപ്പ് ചേഞ്ച്, ഫെയിലിയർ ഒക്കെ ഉണ്ടാവാനുള്ള സ്ട്രെസ്സിനാണ് ഡീവിയേഷൻ വരുത്തുന്ന സ്ട്രെസ്സിനെ ഡീവിയേറ്റോറിയൽ സ്ട്രെസ് എന്ന് പറയും. അതിൽ ആദ്യം നമുക്ക് പഠിക്കുന്നതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ്. ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് മാട്രിക്സിലെ എല്ലാ സ്ട്രെസ് കോമ്പണൻസും 0 ആണ്. സോറി, എല്ലാ ഷിയർ സ്ട്രെസ് കോമ്പണൻസും 0 ആണ്. എല്ലാ ഷിയർ സ്ട്രെസ് കോമ്പണൻസും 0 ആണ്. എന്താ നോർമൽ സ്ട്രെസ് കോമ്പണന്റിന്റെ വാല്യൂ സിഗ്മ എം ആണ്. നമ്മുടെ സ്ട്രെസ് മാട്രിക്സിൽ 9 എലമെന്റ്സ് ഉണ്ടായിരുന്നു. ആ 9 എലമെന്റ്സിലെ ഷിയർ സ്ട്രെസ് വരുന്ന കുറച്ച് എലമെന്റ്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം 0 ആണ്. ഡയഗണൽ എലമെന്റ്സിന്റെ വാല്യൂ സിഗ്മ എം ആണ്. Then this kind of stress is called hydrostatic stress. അതായത് ഒരു സ്ട്രെസ് മാട്രിക്സിലെ എല്ലാ ഷിയർ സ്ട്രെസ് കോമ്പണന്റും 0 ആണ്. ആൻഡ് ദ ഡയഗണൽ കോമ്പണന്റ്, നോർമൽ കോമ്പണന്റിന്റെ വാല്യൂ സിഗ്മ എം, വിച്ച് ഈസ് ഗിവൺ ബൈ സിഗ്മ എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/3 ഓഫ് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ സെഡ്. ഇതിന്റെ ഈക്വൽ ആണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഹൈഡ്രോസ്റ്റാറ്റിക് ആൻഡ് സ്ട്രെസ്. ആ സ്ട്രെസ് ടെൻസർ നമ്മൾ വേറൊരു പേര് കൂടി വിളിക്കും, സ്പെരിക്കൽ സ്ട്രെസ് ടെൻസർ എന്നും കൂടി വിളിക്കും. സ്പെരിക്കൽ സ്ട്രെസ് ടെൻസർ എന്നുള്ള പേരും കൂടി നമ്മൾ അതിനെ വിളിക്കും.
ഇതിന്റെ ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് ടെൻസർ മെയിൻലി ഇറ്റ് വിൽ കോസ് ദ വോളിയം ചേഞ്ച്. വോളിയം ചേഞ്ചിനാണ് അത് ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് കൊണ്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ നോർമൽ സ്ട്രെസ് മാട്രിക്സ് ആണ് കേട്ടോ. ഇപ്പൊ ഒരു എലമെന്റിൽ എല്ലാ ടൈപ്പ് സ്ട്രെസ് ഉണ്ടെങ്കിൽ അതിന്റെ സ്ട്രെസ് മാട്രിക്സ് ആണത്. ഇത് ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് മാട്രിക്സ് ആണ്. ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് മാട്രിക്സ് എന്ന് പറഞ്ഞാൽ സിഗ്മ എമ്മിന്റെ വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാതും കോമൺ. അപ്പൊ നമുക്ക് നോർമൽ സ്ട്രെസ്സിന് ഹൈഡ്രോസ്റ്റാറ്റിക് പ്ലസ് നോർമൽ ചെയ്യുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് മൈനസ് ചെയ്ത് കിട്ടുന്ന ഒരു മാട്രിക്സ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അതായത് ഈ സ്ട്രെസ്സിനെ നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് എന്ന് പറയും, അല്ലെങ്കിൽ സ്പെരിക്കൽ സ്ട്രെസ് ടെൻസർ എന്ന് പറയും. അപ്പൊ നോർമൽ, ഇതാണ് നമ്മുടെ നോർമൽ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യണം സ്ട്രെസ് റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് സ്ട്രെസ് ടെൻസർ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അതിൽ 9 എലമെന്റ്സ് ഉണ്ടായിരിക്കും. 3 നോർമൽ എലമെന്റ്സും ബാക്കി 6 ഷിയർ സ്ട്രെസ് എലമെന്റ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ മാട്രിക്സിനെ ഹൈഡ്രോസ്റ്റാറ്റിക് ടേംസും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന മോഡലിൽ എഴുതാമെങ്കിൽ, അതായത് നമ്മളിപ്പോ 6 ഈക്വൽ ടു 2 പ്ലസ് 8 6 മൈനസ് 2 എന്ന് എഴുതും. അങ്ങനെയാണ്, ഇത്രേ ഉള്ളൂ. അപ്പൊ അതില് സിഗ്മ എക്സ് നോർമൽ സ്ട്രെസ് ടെൻസറിനെ ഒരു വേറെ മോഡലിൽ എഴുതി, നമ്മുടെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്ലസ് ഒരു നോർമൽ ചെയ്യുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് കുറച്ച് മോഡലിൽ എഴുതി. അപ്പൊ ഈ രണ്ടാമത് എഴുതിയ ടേമിന് നമ്മൾ പേര് പറയും. ഈ പല ടേമിന് പറയുന്ന പേരാണ് നമ്മൾ രണ്ടാമത് എഴുതിയ ഡിവിയേറ്റോറിയൽ സ്ട്രെസ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ the second state of stress on the right hand side is known as deviatorial stress tensor or simply stress deviator. പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേട്ടാ. നമുക്ക് എക്സാമിന് ചിലപ്പോൾ കാൽക്കുലേറ്റ് ദ ഡിവിയേറ്റോറിയൽ സ്ട്രെസ് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ദ സ്ട്രെസ് ഡീവിയേറ്റർ അങ്ങനെയൊക്കെയാണ് ചോദിക്കുക എക്സാമിന്. കറക്റ്റ് ആയിട്ട് ഇപ്പൊ എന്താ ഒരു വാല്യൂസ് വന്നിട്ട് കാൽക്കുലേറ്റ് ദ ഡിവിയേറ്റോറിയൽ സ്ട്രെസ് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ സ്ട്രെസ് ഡീവിയേറ്റർ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. സോ നോർമൽ ഉള്ള സ്ട്രെസ് ടെൻസറിനെ നമ്മൾ റീറൈറ്റ് ചെയ്യാണ്, ഇൻകോപ്പറേറ്റിംഗ് ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് ടെൻസർ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ റീറൈറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ടേംസിനെ നമ്മൾ പറയുന്ന പേരാണ് സ്ട്രെസ് ഡീവിയേറ്റർ അല്ലെങ്കിൽ ഡിവിയേറ്റോറിയൽ സ്ട്രെസ് ടെൻസർ എന്ന് പറയും. ആൻഡ് ഇത് മെയിൻലി ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ദ ഓൾ ചേഞ്ചസ് ഇൻ ഷേപ്പ്. ഡിവിയേറ്റോറിയൽ സ്ട്രെസ് ആണ് ഓൾ ചേഞ്ചസ് ഇൻ ഷേപ്പ് വരുന്നത്. And hydrostatic part, the hydrostatic part producing only the volume change. Okay. ഇനി ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് വിത്ത് റെസ്പെക്ട് ടു പ്രിൻസിപ്പൽ ആക്സിസ് ആണ് പറയുന്നത്. അത് നമ്മൾ പഠിക്കാത്ത ടോപ്പിക് ആണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഞാൻ പറയാം എന്താണ് വാട്ട് ഇസ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ അവിടെ ഷിയർ സ്ട്രെസ് കോമ്പണൻസ് ഒന്നുമില്ല. അപ്പോൾ ഒരു എലമെന്റ് എടുത്തു, ആ എലമെന്റില് ഒരു പ്ലെയിനില് കുറെ പ്ലെയിനുകൾ ഉണ്ടാവല്ലോ. ഞാനൊരു 2D ഫിഗർ വരച്ചു, 3D ഫിഗർ വരച്ചു. ഇതിനൊരു പ്ലെയിൻ വെച്ച് ഞാൻ കട്ട് ചെയ്ത് വന്നു, വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദിസ് പോയിന്റ്. ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ വെച്ച് കട്ട് ചെയ്തെന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് ആ പ്ലെയിൻ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ കട്ട് ചെയ്യാം, എല്ലാ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന പോലത്തെ പ്ലെയിനാണ്. അതേപോലെ നമുക്കൊരു സോളിഡ് എലമെന്റ് എടുത്താൽ അതിൽ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്ലെയിൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. അങ്ങനെ കുറെ പ്ലെയിൻസ് വരയ്ക്കുമ്പോൾ അതിൽ ഒരു പ്ലെയിനില് നോർമൽ സ്ട്രെസ്സുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. നമ്മൾ ഒരു പോയിന്റിലെ സ്ട്രെസ് തന്നിട്ട് ആ പ്ലെയിന് ഇൻക്ലൈൻ ആയിട്ട് കുറെ പ്ലെയിൻസ് ആയിരിക്കും. അതിലൊരു പ്ലെയിനില് നോർമൽ സ്ട്രെസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആ പ്ലെയിനിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ പ്ലെയിനും ആ പ്ലെയിന്റെ ആക്സിസിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ PRINCIPAL പ്രിൻസിപ്പൽ ആക്സിസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് അത് 2Dയും 3Dയും പഠിക്കേണ്ടതിന്റെ പ്രോബ്ലംസ് സ്ഥിരമായിട്ട് ചോദിക്കാറില്ല പ്രിൻസിപ്പൽ പ്ലെയിനിന്റെ. അതിന്റെ നമുക്ക് 3D പ്രോബ്ലം പഠിക്കാണ്ട് 2D പ്രോബ്ലം പഠിക്കാണ്ട് 2Dയുടെ ഡ്രോയിങ്ങും പഠിക്കാണ്ട്. ഇതില് ഈ സബ്ജക്റ്റിൽ നമുക്കൊരു മോർ സർക്കിൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഡ്രോയിങ് ആയിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കൊരു ഫുൾ മാർക്ക് 10 മാർക്ക് പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് മോർ സർക്കിൾ.
അപ്പൊ എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യാറ്, സാധാരണ എല്ലാവരും അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള മാർക്ക് പഠിക്കാറുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പൊ അത് ജസ്റ്റ് ഇത്ര മനസ്സിലാക്കാം. ഷിയർ സ്ട്രെസ് 0 ആയിട്ടുള്ള പിന്നെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയും. അപ്പൊ നമ്മുടെ ഓൾറെഡി നമ്മൾ ആദ്യം എഴുതി സ്ട്രെസ് ടെൻസറിലെ ഷിയറിന്റെ വാല്യൂസ് എല്ലാം 0. അല്ലെ ഏതൊക്കെ ഷിയർ? ടോ വരുന്ന ടേംസ് എല്ലാം ഷിയർ ആണ്. അതെല്ലാം 0 ആണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയും. അപ്പൊ നമുക്ക് ഈ സ്ട്രെസ്സിനെ റീറൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പേര് വരും. പിന്നെ അപ്പോൾ നമ്മൾ സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ സെഡിന് പകരം അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് ആണ് സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3. എവിടെ സ്ട്രെസ്സിന്റെ വാല്യൂ പ്രിൻസിപ്പൽ സ്ട്രെസ് ആകുമ്പോൾ നമ്മൾ അതിന് സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ സെഡ് എന്ന് എഴുതില്ല, സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 എന്ന് എഴുതുള്ളൂ. ആൻഡ് അതിനെ നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക്കും ഡിവിയേറ്റോറിയലായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. അപ്പൊ എന്താണ് ഹൈഡ്രോസ്റ്റാറ്റിക്, എന്താണ് ഡിവിയേറ്റോറിയൽ എന്ന് അത് മനസ്സിലാക്കാം. ഹൈഡ്രോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റിൽ നോർമൽ സ്ട്രെസ് കോമ്പണൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല, ദാറ്റ് നോർമൽ സ്ട്രെസ് ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ പ്ലസ് സിഗ്മ സെഡ് ഡിവൈഡ് ബൈ 3. അതിന്റെ വാല്യൂ ആണെങ്കിൽ വി ക്യാൻ കോൾ ദാറ്റ് ഇസ് എ ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ്, ഓർ വി ക്യാൻ കോൾ ദാറ്റ് സ്ട്രെസ് ടെൻസർ ആസ് എ സ്പെരിക്കൽ സ്ട്രെസ് ടെൻസർ. പിന്നെ ഇനി നോർമൽ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന നോർമൽ സ്ട്രെസ്സിന് നമുക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് ടെൻസർ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന മോഡൽ നമ്മൾ എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ താഴത്തുള്ള മോഡൽ എഴുതും. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരണായിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരണിട്ട് നമ്മൾ പറയുന്ന പേരാണ് ദിസ് കോൾഡ് ഡിവിയേറ്റോറിയൽ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെസ് ഡീവിയേറ്റർ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഹൈഡ്രോസ്റ്റാറ്റിക്കും ഡിവിയേറ്റോറിയലും ഓക്കെ എന്ന് പ്രതീക്ഷിക്കണം, കുഴപ്പമൊന്നുമില്ല. സോ നെക്സ്റ്റ് വിൽ ബി കൺസിഡറിങ് സ്റ്റേറ്റ് ഓഫ് പ്യുവർ ഷിയർ. ഇപ്പൊ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു ഓൾ ഷിയർ കോമ്പണൻസ് 0. ഇതുപോലെ തന്നെ ഓൾ നോർമൽ കോമ്പണൻസ് 0 ആയിട്ടുള്ള സ്ട്രെസ്സുകൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഒരു ബോഡിയിൽ. ഷിയർ സ്ട്രെസ്സുകൾ മാത്രം. സോ ദാറ്റ് ഈസ് കോൾഡ് ദ സ്റ്റേറ്റ് ഓഫ് പ്യുവർ ഷിയർ. അതായത് നമ്മുടെ സ്ട്രെസ് ടെൻസറിലെ ഡയഗണൽ എലമെന്റ്സ്, സ്ട്രെസ് ടെൻസറിലെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 0 ആയിരിക്കും. സോ ദാറ്റ് ഈസ് കോൾഡ് ദ സ്റ്റേറ്റ് ഓഫ് പ്യുവർ ഷിയർ. ഷിയർ മാത്രമേ ഉള്ളൂ. നമ്മൾ മാട്രിക്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഡയഗണൽ എലമെന്റ്സ് 0, ബാക്കിയെല്ലാം എലമെന്റ്സും അതേപോലെ തന്നെ എഴുതും. We can write sigma x, sigma y, sigma z ന്റെ വാല്യൂ 0 ആണെങ്കിൽ we can call it as a state of pure shear. Okay. And next we will be representing strain in matrix form. അപ്പോൾ നമ്മൾ ഇത് സ്ട്രെസ് എങ്ങനെയാണ് മാട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാന്ന് പഠിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രെസ് മാട്രിക്സ്. ഇതായിരുന്നു നമ്മുടെ സ്ട്രെസ് മാട്രിക്സ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് സ്ട്രെയിനും മാട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സിഗ്മ എക്സ് എന്ന് പറയുന്ന എക്സ് ഡയറക്ഷനിലെ സ്ട്രെസ്, സിഗ്മ വൈ എക്സ് എന്ന് പറഞ്ഞാൽ ആ പ്ലെയിനിൽ എക്സ് വൈ പ്ലെയിനിൽ വരുന്ന സ്ട്രെസ്, ആ സിഗ്മ സെഡ് എന്ന് പറഞ്ഞാൽ അതുപോലെ രണ്ട് ആക്സിസും കൂടി വരുന്ന ഷിയർ സ്ട്രെസ്സുകൾ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് സ്ട്രെയിനും മാട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് വെച്ചിട്ട് സ്ട്രെയിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ സ്ട്രെയിൻ മാട്രിക്സ് എന്ന് പറയും. സെറ്റ് പോയിന്റ് പോലെ നമുക്ക് 6 റെക്ടാങ്കുലർ കോമ്പണൻസ് വെച്ചിട്ട് നമുക്ക് സ്ട്രെയിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, വിച്ച് ഈസ് റിട്ടൺ ബൈ ദ സ്ട്രെയിൻ നമ്മൾ എപ്സിലോൺ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എപ്സിലോൺ ഐ ജെ ഈക്വൽ ടു എപ്സിലോൺ എക്സ് എക്സ്, എപ്സിലോൺ വൈ വൈ, എപ്സിലോൺ സെഡ് സെഡ്. ഡയഗണൽ എലമെന്റ്സ് എക്സ് എക്സ് വൈ വൈ സെഡ് സെഡ് ആയിട്ട് എഴുതും. ബാക്കി ഗാമ എക്സ് വൈ, ഗാമ എക്സ് സെഡ്, ഗാമ എക്സ് വൈ, ഗാമ വൈ സെഡ്, ഗാമ എക്സ് സെഡ്, ഗാമ വൈ സെഡ്. ഇനി ഗാമയുടെ വാല്യൂ അത് നമുക്ക് ഓക്കെ, ഗാമയുടെ വാല്യൂ നമ്മൾ നോർമലി എടുക്കുന്നത് 1/2 ഓഫ് ഡോ യു ബൈ ഡോ വൈ. സോറി, ഗാമയുടെ വാല്യൂ ഇല്ല, സ്ട്രെയിൻ്റെ വാല്യൂ ഇ എക്സ് വൈ എന്നുള്ളതിന്റെ രണ്ടാമത്തെ സ്ട്രെയിൻ്റെ വാല്യൂ ഇവിടെ വരുന്നത് ഇ എക്സ് വൈ ആയിട്ട്. നമ്മൾ നോർമലി സ്ട്രെസ് ടെൻസർ എഴുതിയ പോലെ സ്ട്രെയിൻ ടെൻസർ എഴുതുമ്പോൾ ഇങ്ങനെയല്ല എഴുതുക. വിൽ ബി റൈറ്റിംഗ് ലൈക്ക് ദിസ്. സ്ട്രെയിൻ ടെൻസർ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക. സ്ട്രെയിൻ ടെൻസർ എഴുതാൻ പറഞ്ഞാൽ ഗാമ വെച്ചിട്ട് എഴുതുക, എല്ലാം എപ്സിലോൺ വെച്ചിട്ട് എഴുതാം. എപ്സിലോൺ എക്സ് എക്സ്, എപ്സിലോൺ വൈ വൈ, എപ്സിലോൺ സെഡ് സെഡ്, അതുപോലെ എപ്സിലോൺ എക്സ് വൈ എക്സ് സെഡ്, എക്സ് വൈ വൈ സെഡ്, എക്സ് സെഡ് വൈ സെഡ്. അപ്പോൾ ഈ എപ്സിലോൺ എക്സ് വൈ എന്നുള്ള ടേം ദാറ്റ് ഈസ് ഗിവൺ ബൈ 1/2 ഓഫ് ഗാമ എക്സ് വൈ, വിച്ച് ഈസ് ഗിവൺ ബൈ 1/2 ഓഫ് ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ ഡോ എക്സ്. അതായത് നമുക്കൊരു ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലത്തിലൊക്കെ നമുക്കൊരു ഏതെങ്കിലും ഒരു പോയിന്റ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ യു എന്നുള്ള ടേമിന്റെ ഡിസ്പ്ലേസ്മെന്റ് യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു, ഇങ്ങനെ 3 ടേംസ് ആയിട്ട് നമുക്ക് തരാം.
യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു എന്നുള്ള 3 ടേംസ് ആയിട്ടാണ് നമുക്ക് തരിക. അപ്പോൾ എപ്സിലോൺ എക്സ് എക്സ് എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ വൈ ആയിരിക്കും. ഫസ്റ്റ് ടേമിനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് ഈ ടേം കിട്ടും. സെക്കൻഡ് ടേമിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് ഈ ടേം കിട്ടും. തേർഡ് ടേമിനെ ഡോ ഡബ്ല്യു ഡിവൈഡ് ബൈ ഡോ സെഡ് ചെയ്താൽ നമുക്ക് ഈ ടേം കിട്ടും. ഡയഗണൽ 3 എലമെന്റ്സ് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള എലമെന്റ്സ്, അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് എപ്സിലോൺ എക്സ് വൈ. അപ്പൊ അതിൽ എക്സും ഉണ്ട് വൈയും ഉണ്ട്. അപ്പൊ അതേപോലെ അതിൽ ഫസ്റ്റ് 2 ടേം ഉണ്ട്, എക്സിന്റെയും വൈന്റെയും ടേംസ് യു ഉണ്ടാവും വിയും ഉണ്ടാവും. പക്ഷെ ഒരു വ്യത്യാസം, നമ്മൾ ആദ്യത്തിൽ ഡോ യു ബൈ ഡോ എക്സ് എഴുതിയപ്പോൾ ഇതിൽ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡോ യു ബൈ ഡോ വൈയും വരും, ഡോ വി ബൈ ഡോ എക്സും വരും. അപ്പൊ നമുക്ക് ഇനി അങ്ങനെയുള്ള പ്രോബ്ലത്തിൽ നമുക്കൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണ്. ഇതിലിപ്പോ യു ഇസിക്കൽ ആയിട്ട് തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ വൈ ഐ പ്ലസ് 3z j പ്ലസ് എക്സ് സ്ക്വയർ കെ. അപ്പൊ നമുക്ക് ഇതിൽ 3 ടേംസ് ഉണ്ട്. ഇത് യു ആണ്, ഇത് വി ആണ്, ഇത് ഡബ്ല്യു ആണ്. ഇതിൽ നമ്മൾ എപ്സിലോൺ എക്സ് എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ഡോ യു ഡിവൈഡ് ബൈ ഡോ എക്സ് ആയിരിക്കും. എപ്സിലോൺ വൈ വൈ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടേം ഡോ വി ഡിവൈഡ് ബൈ ഡോ വൈ ആയിരിക്കും. എപ്സിലോൺ സെഡ് സെഡ് എന്ന് പറയുമ്പോൾ തേർഡ് ടേം ഡോ ഡബ്ല്യു ഡിവൈഡ് ബൈ ഡോ ഇസെഡ് ആയിരിക്കും. എല്ലാത്തിനെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ ടേം കൊണ്ട് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ അടുത്ത 2 ടേംസ് ഉണ്ടായിരുന്നു എപ്സിലോൺ എക്സ് വൈ. എപ്സിലോൺ എക്സ് വൈ എന്ന് പറഞ്ഞാൽ അതിൽ എക്സിന്റെ ടേമും വൈയുടെ ടേമും വന്നു. അപ്പൊ യുവും വരും വിയും വരും. യുവിനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് ഇതാണ് കിട്ടുക. അപ്പൊ യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതുപോലെ വിന് വിത്ത് റെസ്പെക്ട് ടു എക്സും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇത് 2 ഉള്ളതുകൊണ്ട് അതിനെ 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതാണ് പറഞ്ഞ് നമ്മൾ എങ്ങനെയാണ് ഒരു സ്ട്രെയിൻ ടെൻസർ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ. അപ്പൊ നമുക്ക് 6 ടേംസ് ഉണ്ട്. എപ്സിലോൺ എക്സ് എക്സ്, എപ്സിലോൺ എക്സ് വൈ, എപ്സിലോൺ സെഡ് എക്സ്. അതുപോലെ എല്ലാ ടേംസും നമ്മൾ എഴുതാൻ പഠിക്കണം. ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ സെഡ് വെച്ചിട്ട് നമുക്ക് എല്ലാ ടേംസും നമ്മൾ എഴുതാൻ പഠിക്കണം. ഓക്കെ, എന്തെങ്കിലും ചാറ്റുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചാറ്റില് നോക്കട്ടെ, ചാറ്റ് മിനിമൈസ് ചെയ്ത് എടുക്കണം. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് മുന്നോട്ട് പോകാം, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ബാക്കി മൊഡ്യൂളിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഓർത്ത് വെക്കേണ്ട ഇക്വേഷന്റെ എണ്ണം കുറച്ച് കൂടുതലാണ്. അപ്പൊ അതൊക്കെ ഒരു പാറ്റേൺ ഒക്കെ വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു കുറച്ച് ആശ്വാസം ഉണ്ടാവും. അല്ലെങ്കിൽ അവസാനിപ്പിക്കാണ്ട് വെക്കുകയാണെങ്കിൽ 2 ദിവസം 3 ദിവസം മുന്നേ എടുത്ത് ഒരുപാട് ഇക്വേഷൻസ് ഉള്ള പോലെ തോന്നും ഫസ്റ്റ് മൊഡ്യൂളിൽ. എല്ലാ ഇക്വേഷൻസും കണക്റ്റഡ് ആണ്. ഇത് പഠിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഓർഡർ വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു സുഖം ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് തന്നെ പോയിട്ട് നോട്ടൊക്കെ എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ഒക്കെ എഴുതിയിട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഇന്നതുപോലെ തേർഡ് മൊഡ്യൂളിലെ നോട്ട് കംപ്ലീറ്റ് ചെയ്ത് വെക്കാൻ പറഞ്ഞായിരുന്നു. പകുതി ആൾക്കാർ വെച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളവർ വേഗം വെക്കുമെന്ന് വിചാരിക്കുന്നു. ടൈം എന്തായാലും മോർണിംഗ് 10 വരെ ആയിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർ സമയം പോലെ വെക്കാം. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. പ്ലെയിൻ സ്ട്രെയിൻ. പ്ലെയിൻ സ്ട്രെസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം മുന്നേ കഴിഞ്ഞ ക്ലാസ്സിലും അതിന് മുന്നത്തെ ക്ലാസ്സിലും ഉണ്ട്. നമുക്ക് നോർമലി 3 ഡയറക്ഷനിൽ സ്ട്രെസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലെ സ്ട്രെസിന്റെ വാല്യൂ 0 ആണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ പ്ലെയിൻ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിമിലർലി ഏതെങ്കിലും ഒരു ഡയറക്ഷനിലെ സ്ട്രെയിനിന്റെ വാല്യൂ 0 ആണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ പ്ലെയിൻ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ എന്ന് പറയും. ഇപ്പൊ ഇതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ നമ്മൾ ബ്ലോക്ക് ചെയ്തേക്കാണ്. അപ്പൊ നമുക്ക് ഇതിലെ സെഡ് ഡയറക്ഷനിലെ സ്ട്രെയിൻ എല്ലാം നമ്മൾ ബ്ലോക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ഒരു ഡയറക്ഷനിലെ സ്ട്രെയിനിന്റെ വാല്യൂ 0 ആണ്. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ പ്ലെയിൻ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ. അപ്പോൾ നമ്മൾ പ്യുവർ ഷിയർ പഠിച്ചു, പ്ലെയിൻ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് പഠിച്ചു, പ്ലെയിൻ സ്റ്റേറ്റ് ഓഫ്
സ്ട്രെയിൻ പഠിച്ചു. പ്രിൻസിപ്പിൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു, പഠിച്ചിട്ടില്ല, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഈ ഒരു സിലിണ്ടർ ആണ്, ഇന്റേണൽ പ്രഷർ വരും, എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും അതിന് എക്സ്പാൻഷൻ എന്തെങ്കിലും ഉണ്ടാവും, ചേഞ്ച് വരും. പക്ഷെ സെഡ് ഡയറക്ഷനിലെ ഒരു ഡയറക്ഷൻ അതിന്റെ മോഷൻ റിസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ. സോ നമ്മുടെ പ്രോബ്ലം ആണ്, the displacement field on a body is given by u is equal to x square plus yi plus 3 plus zj plus x square plus 2y into k. Determine the strain tensor at the point 3, 2, minus 1. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മൂന്ന് ടേംസ്, ആദ്യത്തെ ടേമിനെ ഞാൻ യു എന്ന് വിളിക്കും, രണ്ടാമത്തെ ടേമിനെ വി എന്ന് വിളിക്കും, മൂന്നാമത്തെ ടേമിനെ ഡബ്ല്യു എന്ന് വിളിക്കും. നമുക്ക് സ്ട്രെയിൻ ടെൻസറിൽ 9 എലമെന്റ്സ് വരും, ഓരോ എലമെന്റ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. സോ നമ്മുടെ യുവിന്റെ വാല്യൂ എക്സ് സ്ക്വയർ പ്ലസ് വൈ, വിയുടെ വാല്യൂ 3 പ്ലസ് സെഡ്, ഡബ്ല്യുവിന്റെ വാല്യൂ എക്സ് സ്ക്വയർ പ്ലസ് 2 മൈനസ് വൈ. ഇനി സ്ട്രെയിൻ ടെൻസറിൽ 9 എലമെന്റ്സിലെ ആദ്യത്തെ എലമെന്റ് എപ്സിലോൺ എക്സ് എക്സ്. എപ്സിലോൺ എക്സ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിന്റെ ടേമിനെ, അതായത് ഫസ്റ്റ് ടേമിനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എപ്സിലോൺ വൈ വൈ എന്ന് പറയുമ്പോൾ വൈയുടെ ടേം, അതായത് ഈ വി, നമ്മളിത് യു വി ഡബ്ല്യു എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. യു വി ഡബ്ല്യു ഇസ് ഈക്വൽ എക്സ് വൈ സെഡ്. ഇപ്പൊ യുവിനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് എപ്സിലോൺ എക്സ് എക്സ്, വിനെ വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എപ്സിലോൺ വൈ വൈ, ആൻഡ് ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് സെഡ് ചെയ്താൽ എപ്സിലോൺ സെഡ് സെഡ് കിട്ടും. സോ വിൽ കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 3 ടേംസ്. ആദ്യത്തെ 3 ടേമുകൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും. സോ ഫസ്റ്റിനെ എക്സ് സ്ക്വയർ പ്ലസ് വൈനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ടൈം എക്സ് സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ 2x വരും. വൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, കാരണം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് എക്സ് ആണ്. എക്സ് മാത്രമാണ് വേരിയബിൾ, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് പ്ലസ് 0 എന്ന് വരും. നമുക്ക് 2x തന്നെ വരുള്ളൂ. രണ്ടാമത്തെ ടേം 3 പ്ലസ് സെഡിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ രണ്ടിലും വൈയുടെ ടേംസ് ഇല്ല. അപ്പൊ നമുക്ക് ശരിക്ക് 0 പ്ലസ് 0 എന്നാണ് കിട്ടുക. 3നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 കിട്ടും, സെഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴും 0 കിട്ടും. മൂന്നാമത്തെ ടേം ഡബ്ല്യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ്. അപ്പൊ അതിൽ 3 ടേംസ് ഉണ്ട്, എക്സ് സ്ക്വയർ ഉണ്ട്, 2 ഉണ്ട്, വൈ ഉണ്ട്. ഈ 3 ടേമിലും സെഡ് ഇല്ല. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് 3നെയും കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. എക്സ് സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ 0 വരും, 2ന്റെ ഡിഫറൻഷ്യൽ 0 വരും, വൈയുടെ ഡിഫറൻഷ്യൽ 0 വരും. പ്ലസ് അല്ല മൈനസ്, പ്ലസ് മൈനസ് ആയാലും വ്യത്യാസമൊന്നുമില്ല. ഓക്കെ. നമുക്ക് ഒരേ ഒരു വാല്യൂ മാത്രം ആവശ്യമുള്ള 2x. അപ്പൊ നമ്മൾ എപ്സിലോൺ എക്സ് എക്സ്, എപ്സിലോൺ വൈ വൈ, എപ്സിലോൺ സെഡ് സെഡ് കഴിഞ്ഞു. ഇനി എപ്സിലോൺ എക്സ് വൈ, അടുത്ത ടൈം എപ്സിലോൺ എക്സ് വൈ. അപ്പൊ നമുക്ക് എക്സിന്റെ ടൈം ആയിട്ടുള്ള യുവും വേണം, വൈയുടെ ടൈം ആയിട്ടുള്ള വിയും വേണം. അപ്പൊ നമ്മൾ റൈറ്റ് എക്സ് യു എഴുതി, വി എഴുതി. യുവിന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്താൽ നമുക്ക് ഇത് കിട്ടും. ഇതല്ല നമുക്ക് ആവശ്യം. നമുക്ക് ആവശ്യം എപ്സിലോൺ എക്സ് വൈ ആണ് ആവശ്യം. സോ വി വിൽ ബി ഡിഫറൻഷിയേറ്റിംഗ് യു വിത്ത് റെസ്പെക്ട് ടു അനദർ ടൈം. വിയുടെ കൂടെ എന്താ വരുന്നത്? വിയുടെ കൂടെ വൈ ടേംസ് ആണ്. അപ്പൊ ഡോ യു ഡിവൈഡ് ബൈ ഡോ വൈ ആണ് ചെയ്യാം, പ്ലസ് ഡോ വി ഡിവൈഡ് ബൈ ഡോ എക്സ്. ഇപ്പൊ രണ്ടാമത്തെ ടേം ഉള്ളതുകൊണ്ട് വിൽ ബി ഒരു ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും. സോ അതേപോലെ നമ്മൾ 3 ടേംസ് കാൽക്കുലേറ്റ് ചെയ്യും. ഒരു ഗാമ എക്സ് വൈ ചെയ്തേക്കണം, ഇനി 1/2 ചെയ്താൽ നമുക്ക് എപ്സിലോൺ കിട്ടും. ഓക്കെ. കാരണം എപ്സിലോൺ എക്സ് വൈ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു ഗാമ എക്സ് വൈ ആണ്. ഇത് ഗാമ എക്സ് വൈയുടെ ഇക്വേഷൻ ആണ്. അപ്പോൾ ഡോ യു ഡിവൈഡ് ബൈ ഡോ വൈ പ്ലസ് ഡോ വി ഡിവൈഡ് ബൈ ഡോ എക്സ്. അപ്പൊ എക്സ് സ്ക്വയർ വൈ, ആദ്യത്തെ എക്സ് സ്ക്വയർ വൈനെ വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എക്സ് സ്ക്വയർ 0 ആയിട്ട് പോകും, വൈയുടെ ഡിഫറൻഷ്യൽ 1 അവിടെ കിട്ടി. രണ്ടാമത്തെ 3 സെഡിനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. 3ലെ എക്സ് ഇല്ല, സെഡിലും എക്സ് ഇല്ല, അവ രണ്ടിന്റെയും കൂടിയിട്ട് 0. ടോട്ടൽ നമുക്ക് 1 കിട്ടും. ഇനി അതുപോലെ തന്നെ ഗാമ വൈ സെഡ്, വൈയും സെഡും. അപ്പൊ വൈക്ക് നമ്മൾ എഴുതുന്നത് വി ആണ്, അല്ല വി ആണ്. സെഡിന് നമ്മൾ എഴുതുന്നത് ഡബ്ല്യു ആണ്. അപ്പൊ വിയും ഡബ്ല്യു എഴുതി. ഇനി വിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് നമുക്ക് കിട്ടുന്നത് എപ്സിലോൺ വൈ വൈ ആണ്. നമുക്ക് അതല്ല ആവശ്യം, വി നീട്ട് എപ്സിലോൺ വൈ സെഡ് ആണ് ആവശ്യം. സോ വിനെ വിൽ ബി ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ആൻഡ് ഡബ്ല്യുവിനെ വിൽ ബി ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ. സോ ഡബ്ല്യുവിന്റെ വാല്യൂ എക്സ് സ്ക്വയർ പ്ലസ് 2 മൈനസ് വൈ.
അപ്പോൾ you'll be differentiating x square plus 2 minus 5 with respect to y ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കും, ഇതും കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കും. ഇതിന്റെ വാല്യൂ -1 വരും. -5 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് അവിടെ എടുക്കും, y ഡിഫറൻഷ്യൽ 1. അപ്പോൾ -1 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ. ആൻഡ് സെക്കൻഡ് ടേം വിൽ ബി differentiating dou by dou z with respect v നെ with respect to z ഡിഫറൻഷിയേറ്റ് ചെയ്യും. v യുടെ വാല്യൂ നമ്മളിവിടെ എഴുതിച്ചതാണ് 3z. അപ്പോൾ 3z നെ with respect to z ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3 കോൺസ്റ്റന്റ് ആണ്, അത് 0 ആയിട്ട് പോകും. പ്ലസ് z ഡിഫറൻഷ്യൽ 1. അപ്പോൾ നമുക്കൊരു 1 കിട്ടും. ഓൾറെഡി ഒരു -1 ഉണ്ടായിരുന്നു, +1. -1 +1 കൂടുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 0 കിട്ടും. ഓക്കെ. ആൻഡ് ദ തേർഡ് ടേം ഗാമ zx. അപ്പോൾ ഗാമ z-ഉം x-ഉം. അപ്പോൾ നമുക്ക് z-ഉം x-ഉം ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ട ടേംസ് z-ന് w, x-ന് u, രണ്ട് ടേംസ് ആണ് വേണ്ടത്. അപ്പോൾ z-നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു x-ന്റെ ടേം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. x-ന്റെ ടേമിനെ z വെച്ചിട്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ. അതേപോലെ തന്നെ ഡോ ബൈ ഡോ എക്സ് ഓഫ് w. അപ്പോൾ w ടേം x സ്ക്വയർ പ്ലസ് 2 മൈനസ് y ആണ്. അതിനെ റെസ്പെക്ട് x ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ടേമും കോൺസ്റ്റന്റ് ആണ്, അത് 0 ആയിട്ട് പോകും. ബാക്കി x സ്ക്വയർ ഡിഫറൻഷ്യൽ 2x വരും. സോ 2x ഹിയർ. ഇനി ഡോ ബൈ ഡോ ഇസഡ് ഓഫ് x സ്ക്വയർ y. അതായത് യുവിന്റെ ടേം ആണ് x സ്ക്വയർ y വരുന്നത്. അതിനെ വിത്ത് റെസ്പെക്ട് ടു z ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ x സ്ക്വയറിൽ z ഇല്ല, 0 ആയിട്ട് പോകും. y-ൽ z ഇല്ല, അതും 0 ആയിട്ട് പോകും. സോ യു ഗോട്ട് 0. സോ നെറ്റ് വിൽ ഗെറ്റ് 2x. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള 3 ടേംസ് ആയി. 3 ടേംസ് വെച്ച് നമ്മൾ 6 ടേംസ് എഴുതും. കാരണം ഗാമ എക്സ് വൈ എന്ന് പറയുന്നതും ഗാമ വൈ എക്സ് എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പോൾ ഗാമ വൈ സെഡ് എന്ന് പറയുന്നതും ഗാമ സെഡ് വൈ എന്ന് പറയുന്നതും സെയിം ആണ്. അതുപോലെ ഗാമ സെഡ് എക്സ് എന്ന് പറയുന്നതും ഗാമ എക്സ് സെഡ് എന്ന് പറയുന്നതും സെയിം ആണ്. 6 ടേംസ് ആയി. ഇനി നമുക്ക് ഈ ഗാമേനെ എപ്സിലോൺ എക്സ് വൈ എന്ന് ആക്കണം. അപ്പോൾ അതിനെ 1/2 ഡിവൈഡ് ചെയ്താൽ മതി. എപ്സിലോൺ എക്സ് വൈ ഈക്വൽ ടു 1/2 ഓഫ് ഗാമ എക്സ് വൈ. ആദ്യം നമ്മൾ എപ്സിലോൺ എക്സ് വൈ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അതുപോലെ നമുക്ക് കിട്ടിയ വാല്യൂസിൽ ഓരോന്നായിട്ട് എഴുതും. ആദ്യത്തെ ടേം നമ്മുടെ സ്ട്രെസ് ടെൻസറിലെ ആദ്യത്തെ ടേം എപ്സിലോൺ എക്സ് എക്സ് ആണ്. നമുക്ക് ഇവിടെ കിട്ടിയത് 2x ആണ്. അപ്പോൾ 2x-ന്റെ വാല്യൂ എടുത്ത് എഴുതി. രണ്ടാമത്തെ ടേം എപ്സിലോൺ എക്സ് വൈ ആണ്. എപ്സിലോൺ എക്സ് വൈ എന്ന് പറയുന്നത് 1/2 ഓഫ് ഗാമ എക്സ് വൈ ആണ്. അപ്പോൾ ഗാമ എക്സ് വൈയുടെ വാല്യൂ 1 കിട്ടി. അതിനെ 1/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 1/2 കിട്ടും. ഇനി എപ്സിലോൺ എക്സ് സെഡ് എന്ന് പറയുന്നത് 1/2 ഓഫ് എപ്സിലോൺ എക്സ് സെഡ് ഈക്വൽ ടു 1/2 ഓഫ് ഗാമ എക്സ് ഇസഡ്. ഗാമ എക്സ് സെഡിന്റെ വാല്യൂ 2x ആണ്. 2x-നെ 1/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് x. ഈ 1/2 ആയിരിക്കും നമുക്ക് ഇവിടെയും കിട്ടാം. കാരണം ഗാമ എക്സ് വൈയും ഗാമ വൈ എക്സും എപ്സിലോൺ എക്സ് വൈയും എപ്സിലോൺ വൈ എക്സും സെയിം തന്നെയാണ്. അപ്പോൾ ആ വാല്യൂ അതുപോലെ എഴുതി. ഈ വാല്യൂ ആയിരിക്കും നമുക്ക് ഇവിടെയും എഴുതാം. എപ്സിലോൺ എക്സ് സെഡ് തന്നെയാണ് എപ്സിലോൺ സെഡ് എക്സ്. ഇനി അടുത്ത ടേം എപ്സിലോൺ വൈ സെഡ്. എപ്സിലോൺ വൈ സെഡ് ഇസ് ഈക്വൽ ടു 1/2 ഓഫ് ഗാമ വൈ സെഡ്. ഗാമ വൈ സെഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ 0 ആണ്. അതിന്റെ വാല്യൂ 1/2 കൊടുക്കുമ്പോഴും നമുക്ക് 0 തന്നെയാണ് കിട്ടുക. അപ്പോൾ ഈ ടേംസ് എല്ലാം ആയി. ഇനി നമുക്ക് എപ്സിലോൺ വൈ വൈ അത് നമുക്ക് ഓൾറെഡി 0 ആണ്. എപ്സിലോൺ സെഡ് സെഡ് അത് നമുക്ക് 0 ആണ്. അപ്പോൾ ഇത് എഴുതി ഇത് എഴുതി. നമ്മുടെ സ്ട്രെയിൻ മാട്രിക്സ് കംപ്ലീറ്റ് ആയി. ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിറ്റർമിൻ ദ സ്ട്രെയിൻ ടെൻസർ അറ്റ് ദ പോയിന്റ് 3, 2, -1. നമുക്ക് കിട്ടിയ ഈ സ്ട്രെയിൻ മാട്രിക്സിൽ എക്സിന്റെ വാല്യൂ എക്സ് ഈക്വൽ ടു 3 കൊടുക്കണം, y ഈക്വൽ ടു 2 കൊടുക്കണം, z ഈക്വൽ ടു -1 വാല്യൂ കൊടുക്കണം. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ സ്ട്രെയിൻ മാട്രിക്സ് ആകെ എക്സിന്റെ വാല്യൂ മാത്രമേ ഉള്ളൂ. എക്സിന് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 6, 0.5, 3, 0.5, 0, 0, 3, 0, 0. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ദിസ് ഈസ് ദ സ്ട്രെയിൻ ടെൻസർ. ഓക്കെ, പ്രശ്നങ്ങളൊന്നും ഇല്ല വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഹോംവർക്ക് ആക്കി ചെയ്താലോ? Displacement field is given by in equation. Obtain the components of strain at a location 1, 2, 3. Okay, നമ്മൾ ഈ ചെയ്ത പോലെ തന്നെ
ചെയ്യാം. നമ്മൾ UVW എന്ന് എഴുതാം, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എപ്സിലോൺ എക്സ് എക്സ് എപ്സിലോൺ വൈ വൈ അങ്ങനെ ടേംസുകളൊക്കെ എഴുതാം. ഫൈനലായിട്ട് സ്ട്രെസ് എഴുതാം, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ചെയ്യുന്ന ഉദ്ദേശിക്കണം. അപ്പോൾ അത് ഹോംവർക്കായിട്ട് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഹോംവർക്ക്. നാളെ ക്ലാസ് 11 മണിക്കാണ്. 11 മണിക്ക് മുന്നേ 11 AM അതിന് മുന്നേ സബ്മിറ്റ് ചെയ്യാം. അതിന് ലിങ്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ക്രിയേറ്റ് ചെയ്തത്. അറ്റൻഡൻസിൻ്റെ ലിങ്ക് ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്, അല്ല ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. വേറെ ഒന്നുമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു.